ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ കേരള നിയമസഭയുടെ തിരഞ്ഞെടുപ്പും അതിന്റെ വിശേഷങ്ങളും പ്രചരണ ചൂടുകളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലും തിരഞ്ഞെടുപ്പ് ആണല്ലോ. ഏപ്രിൽ 23-നാണ് തമിഴ്നാട്ടിലെ തിരഞ്ഞെടുപ്പ്. ഇപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ പോലെ തന്നെ 3 മുന്നണികൾ ആയി മാറി, 3 ത്രികോണ മത്സരമായി മാറിയിരിക്കുകയാണ്. 2 മുന്നണികൾ, വിജയുടെ ഒരു പാർട്ടി. ഇതാണ് ഇപ്പോൾ തമിഴ്നാട്ടിലെ അവസ്ഥ. അപ്പോൾ തമിഴ്നാട്ടിൽ വിജയിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം 234 സീറ്റിലേക്കും പൂർത്തിയാക്കി കഴിഞ്ഞു. 234 സീറ്റിലും 234 സീറ്റാണ് ആകെ അവിടെയുള്ളത്. അതിൽ 234 സീറ്റിലും വിജയുടെ പാർട്ടി TVK മത്സരിക്കുന്നുണ്ട്. അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായി. സ്റ്റാലിന്റെ പാർട്ടിയായ DMK അവരും ഇന്ന് ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ചകളൊക്കെ പൂർത്തീകരിച്ചു. ഇനി സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളാണ് ബാക്കിയുള്ളത്. 11 ഘടകകക്ഷികളാണ് DMKയുടെ 14 കക്ഷികളാണ് അവിടെ DMK അടക്കം ഒരു മുന്നണിയായി മത്സരിക്കുന്നത്. ഒരു വിപുലമായ മുന്നണിയാണ്. 14 രാഷ്ട്രീയ പാർട്ടികൾ ചേർന്ന് ഒരു മുന്നണിയാണ് സ്റ്റാലിൻ നയിക്കുന്നത്. അതിന്റെ സീറ്റ് വിഭജനം ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. ഇതിലെ സീറ്റ് നമുക്കൊന്ന് കണ്ണോടിച്ച് നോക്കിയാൽ DMK സ്റ്റാലിന്റെ പാർട്ടി 164 സീറ്റിൽ മത്സരിക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 28 സീറ്റിൽ മത്സരിക്കുന്നു. DMDK 10 സീറ്റിൽ, VCK 8, CPM 5 സീറ്റിലും, CPI 5 സീറ്റിലും, MDMK 4, മുസ്ലിം ലീഗ് 2, KMDK 2, MNMK 2, മനിതേയ മുന്നേറ്റ കക്ഷി 1, മുക്കളത്തൂർ പുലി പട 1, SDPI 1, തമിഴ് ദേശം കക്ഷി 1. ഇതടക്കം എല്ലാ സീറ്റുകളിലേക്കും എല്ലാ ഘടകകക്ഷികളുടെയും സീറ്റ് വിഭജനം സ്റ്റാലിന്റെ പാർട്ടി DMK പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഒരു വിപുലമായ മുന്നണിയാണ്. 14 കക്ഷികൾ എന്ന് പറഞ്ഞാൽ കാരണം എല്ലാ വോട്ടുകളും ക്രോഡീകരിക്കുക എന്ന് തന്നെയാണ്, എല്ലാ വിഭാഗം വോട്ടുകളും ക്രോഡീകരിക്കുക എന്ന് തന്നെയാണ് ഇതുകൊണ്ട് സ്റ്റാലിൻ ഉദ്ദേശിക്കുന്നത്, ആ മുന്നണി ഉദ്ദേശിക്കുന്നത് എന്നാണ് നമുക്ക് ഇതിൽ മനസ്സിലാക്കാം. കാരണം ആരെയും ഒഴിവാക്കിയിട്ടില്ല. അതിന്റെ വേറൊരു ഉദാഹരണമാണ് 11 സീറ്റില് DMKയുടെ ചിഹ്നമായ ഉദയസൂര്യനിൽ ചിഹ്നത്തിലാണ് ഘടകകക്ഷികൾ മത്സരിക്കുന്നത്. സീറ്റ് അവർക്ക് കൊടുത്തിട്ടുണ്ട് എങ്കിലും അവരുടെ ചിഹ്നം ഉദയസൂര്യൻ ചിഹ്നത്തിൽ തന്നെ മത്സരിക്കണം എന്ന എഗ്രിമെന്റിലാണത്. അത് വിപ്പൊക്കെ കൊടുക്കാനുള്ള സൗകര്യാർത്ഥം ഒക്കെയാണ് അതിന്റെ ഒരു കൺട്രോൾ. അവർക്കൊരു സീറ്റുണ്ട് എങ്കിലും ചിഹ്നം DMKയുടേതാവുമ്പോൾ DMKയുടെ കൺട്രോൾ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് 11 സീറ്റില് DMKയുടെ ചിഹ്നത്തിലാണ് അവിടെ മത്സരിക്കുന്നത്. നമ്മുടെ കേരളത്തിലുള്ള SDPIക്കൊക്കെ അത് തന്നെയാണ്. ഒരു സീറ്റ് അനുവദിച്ചിട്ടുണ്ട്. ആ ഒരു സീറ്റിൽ മത്സരിക്കുന്നത് DMKയുടെ ഉദയസൂര്യൻ ചിഹ്നത്തിലാണ്. എന്ന് പറഞ്ഞാൽ അത് വിപ്പൊക്കെ കൊടുക്കുന്നത്, വിപ്പൊക്കെ അത് നിർബന്ധമായും പാലിക്കേണ്ടി വരും. മറിച്ച് തീരുമാനങ്ങൾ എടുക്കാനൊന്നും സാധിക്കില്ല. സീറ്റ് കൊടുത്തോ, കിട്ടിയോ കിട്ടി. എന്നാൽ സ്വന്തമായി തീരുമാനങ്ങളോ കാര്യങ്ങളോ ഒന്നും എടുക്കാനും സാധിക്കില്ല. അങ്ങനത്തെ ഒരു സീറ്റ് വിഭജനമാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ പൂർത്തീകരിച്ചിരിക്കുന്നത്. അത് 11 സീറ്റില്. ബാക്കിയൊക്കെ സാധാരണഗതിയിൽ തന്നെ 11 സീറ്റിലാണ് ഇങ്ങനത്തെ ഒരു സീറ്റ് വിഭജനം പൂർത്തീകരിച്ചിരിക്കുന്നത്. സ്റ്റാലിൻ നേതൃത്വം നടക്കുന്ന DMK നേതൃത്വം കൊടുക്കുന്ന മുന്നണി 14 കക്ഷികളാണ് ഈ മുന്നണിയിലുള്ളത്. അത് വിപുലമായ മുന്നണി തന്നെയാണ്. ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം 14 കക്ഷികളുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു മുന്നണി എന്ന് പറഞ്ഞാൽ വിപുലമായ മുന്നണി തന്നെയാണ്. കാരണം വോട്ടുകളൊന്നും അവരെ സംബന്ധിച്ച് അവരുദ്ദേശിക്കുന്നത് വോട്ടുകളൊന്നും ചോർന്നു പോകാതെ ഏകീകരിക്കുവാൻ വേണ്ടി എല്ലാവരെയും ഒന്നിച്ചു നിർത്തുക എന്ന് തന്നെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭരണം നിലനിർത്തുക, വോട്ടുകളൊക്കെ ഏകീകരിക്കുക എന്ന് തന്നെയായിരിക്കും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഈ 14 കക്ഷികളെയും കൂട്ടുപിടിച്ച് ഒരു വിപുലമായ, കഴിഞ്ഞ കുറി നിയമസഭാ ഇലക്ഷനെ അപേക്ഷിച്ചിടത്തോളം ഇക്കുറി വീണ്ടും കക്ഷികൾ കൂടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഏപ്രിൽ 23-നാണ് അവിടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളിലേക്കൊന്നും
കാര്യമായിട്ടുള്ള കക്ഷികളൊന്നും കടന്നിട്ടില്ല. അതിന്റെ ചർച്ചകളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സീറ്റ് വിഭജനം, കക്ഷികൾ തമ്മിലുള്ള സീറ്റ് വിഭജനമാണ്, മുന്നണികൾ തമ്മിലുള്ള സീറ്റ് വിഭജനം, മുന്നണികൾക്കുള്ളിലെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള സീറ്റ് വിഭജനമാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. അത് സ്റ്റാലിന്റെ പാർട്ടി. വിജയുടെ പാർട്ടി അവർ ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. വിജയ് 2 സീറ്റിൽ മത്സരിക്കുന്നു. നമ്മുടെ മുൻ മുഖ്യമന്ത്രി OPS-നും ഒരു സീറ്റുണ്ട്, അദ്ദേഹവും മത്സരിക്കുന്നുണ്ട്. ഇതൊക്കെ അത് സ്റ്റാലിന്റെ പാർട്ടിയുടെ പാർട്ടിയിൽ OPS ചേർന്നതും അദ്ദേഹം ഒരു സീറ്റിൽ മത്സരിക്കുന്നുമുണ്ട്. അദ്ദേഹം DMK തന്നെയാണ്, DMKയിൽ തന്നെയാണ് അദ്ദേഹം ചേർന്നിട്ടുള്ളതും അദ്ദേഹം മത്സരിക്കുന്നതും പ്രധാനപ്പെട്ട സീറ്റ് തന്നെയാണ്. അപ്പൊ ഇനി NDAയുടെ വിശദമായ വിവരങ്ങൾ ഇനി വരാനുണ്ട്. അപ്പൊ ഏപ്രിൽ 23 തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും തമിഴ്നാട് സ്റ്റാലിന്റെ മുന്നണി, ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിലുള്ള ഒട്ടുമിക്ക പാർട്ടികളും ഈ സ്റ്റാലിന്റെ മുന്നണിയിൽ തന്നെയാണ് നിൽക്കുന്നത്. CPI, CPM, കോൺഗ്രസ്, മുസ്ലിം ലീഗ്, SDPI, ഇതൊക്കെ കേരളത്തിലുള്ള പാർട്ടികളാണ്. ഇവരൊക്കെ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാം ഒരു മുന്നണിയാണ്, സ്റ്റാലിന്റെ മുന്നണിയിലാണ് ഈ പാർട്ടികളൊക്കെ ഉള്ളത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സ്റ്റാലിന്റെ മുന്നണിയെ കുറിച്ച് കൂടുതൽ വിശദമായി ഇവിടെ പറയുന്നത്. TVKനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 234 സീറ്റിലും അവർ മത്സരിക്കുന്നുണ്ട്. വിജയ് 2 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ആ പാർട്ടിയുടെ വിശേഷങ്ങൾ. ഇനി ഏതായാലും തമിഴ്നാട്ടിൽ ഒരു ത്രികോണ മത്സരം ഉറപ്പായി കഴിഞ്ഞു. കാരണം വിജയ് എത്ര വോട്ട് പിടിച്ചു എന്നുള്ളതല്ല, ഓരോ മണ്ഡലത്തിലും വിജയുടെ പാർട്ടിയുടെ സാന്നിധ്യം ഉണ്ട്. അപ്പൊ അവർ എത്ര വോട്ട് പിടിച്ചാലും അത് ആർക്ക് അനുകൂലമാകും പ്രതികൂലമാകും എന്ന് നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ കുറച്ചുകൂടിയൊക്കെ മനസ്സിലാവും. എങ്കിലും ഇലക്ഷൻ കഴിഞ്ഞാൽ അതിന്റെ ചിത്രം വ്യക്തമാവുകയുള്ളൂ. ഏതായാലും എത്ര വോട്ട് പിടിക്കും, ആരൊക്കെ ജയിക്കും ജയിക്കില്ല എന്നുള്ളതിനെ അപേക്ഷിച്ച് അത് മാറ്റി നിർത്തിയാൽ ഏതായാലും അദ്ദേഹം അവരുടെ പാർട്ടി TVK പിടിക്കുന്ന വോട്ട് നിർണായകം തന്നെയാണ്. ഇതാണ് ഇപ്പോൾ തമിഴ്നാട്ടിലെ, നമ്മുടെ കേരളത്തിലെ ഇലക്ഷൻ നടക്കുമ്പോഴും തമിഴ്നാട്ടിലെ ലേറ്റസ്റ്റ് വിവരം ഇതാണ്. ഏതായാലും ഇതാണ് ഇപ്പോൾ തമിഴ്നാടുമായി രാഷ്ട്രീയവുമായി കൂടുതൽ പങ്കുവെക്കാനുള്ളത്. ഇനി NDAയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കാര്യങ്ങളൊക്കെ വരാനിരിക്കുന്നത്, അത് വരുമ്പോൾ അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഏതായാലും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ചതായിട്ട് നന്ദി. താങ്കൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ, ലൈക്ക് ചെയ്യാൻ ഉറപ്പിക്കുക. അടുത്ത വീഡിയോയുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം. വീണ്ടും സന്ധിക്കും വരെ വണക്കം.